സെലിബ്രിറ്റി കിച്ചൺ. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കപ്പ കൊണ്ടുള്ള വിഭവങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കപ്പ വിശേഷങ്ങൾ തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് കാഴ്ചകൾ ബാക്കി. എൻ്റർടൈൻമെൻറ്റ് സോൺ വിശേഷവും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണുക, ആസ്വദിക്കുക. പഞ്ചാരപ്പനങ്കിളിക്ക് ഉമ്മാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. അഭിനയൊക്കെ കൊള്ളാം. ഇവിടെ ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല, നമ്മളെല്ലാം കൈയിട്ട് വരാൻ പറ്റുമോ? നീ കൈയിട്ട് വരാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ വളരെ സേഫ്റ്റി ആയിട്ട് വെച്ചിരിക്കുക. എന്താ സംഭവം? അതും തുറക്കണം. അതെന്താ തുറക്കാൻ പാടില്ല? സ്വീറ്റ് അല്ല, അത് ബീഫാ. ബീഫും കപ്പയും ലെയറായിട്ടല്ലേ? ബീഫ് ഉണത്തി കാണുമ്പോ തന്നെ നല്ല രസമുണ്ട്. ബീഫ് വേറെ ഒരു അതെ, കൊതി പറ്റും. അല്ലെങ്കിൽ ബീഫിൽ വേറെ സാധനം ചേർത്തിട്ടുണ്ട്. അതിന്റെ സാധനം ഇനിയിപ്പോ കപ്പയുടെ കഴിഞ്ഞാൽ ഇനിയിപ്പോ കപ്പയെ കുറിച്ച് പറയില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞതാ. ബീഫില് ബീഫ്, അതായത് കപ്പയില് ബീഫ് കപ്പയില് കപ്പ പുഴുങ്ങി ഇറക്കിയിട്ട് ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ നെയ്യും ബീഫും കൂടി, ബീഫിന്റെ വെള്ളവും കൂടി മാറ്റിയിട്ട് അതിലേക്ക് കപ്പ ഇട്ട് നല്ലോണം വരട്ടിയിട്ട് അയ്യാടാ. അപ്പൊ ക്ലാസ്സസ് ഇവിടെ കിട്ടാ. അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് വരുന്ന് വിചാരിച്ചു, പക്ഷെ പോപ്കോൺ ഉണ്ടല്ലേ, ചിക്കൻ പോപ്കോൺ അങ്ങനെ സാധാരണ ചെറുത് 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 ലോലിപോപ്പ്. ഓക്കെ, ഇന്ന് മുതൽ ലോലിപോപ്പ്. പോപ്കോൺ വേറെ അല്ലേ കുഞ്ഞെ? ചിക്കൻ പോപ്കോൺ അതൊന്നും ഉദ്ദേശിച്ചു. നമുക്ക് ലോലിപോപ്പ് ആയിട്ട് കഴിക്കാം. അത് ട്രൈ ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്യാനായിട്ട് ഒന്നും ആയില്ല. ഞാൻ ആദ്യം ട്രൈ ചെയ്യാൻ പിള്ളേർ ചൂട് ചൂട് അല്ല, ഞാൻ ചൂടാന്ന് മനസ്സിലായി. ചൂട് നല്ല ചൂടാണേ. നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചൂടുണ്ടാവും. അനുജിച്ചിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ അവിടെ ഭയങ്കര പാട്ടായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിലേക്കൊക്കെ ഒന്ന് പോയി വന്ന് കപ്പയൊക്കെ കണ്ടപ്പോഴേ. യാത്രയൊക്കെ ഇവിടെ കുറെ നേരം ഒരാളോട് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കണം. വീണ ചേച്ചി ചൂടാറിയിട്ട് കഴിക്കാതെ. ഓ, അത് ചൂടാറട്ടെ. എങ്ങനെയുണ്ട് പറ? അവരെന്തായാലും കഴിക്കാൻ ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല. അത് ആയി പോലും ഇല്ല മര്യാദക്ക്. അത്രേ ഉള്ളൂ. ഞങ്ങക്ക് തന്നില്ല. സീരിയസ് ആയിട്ട് നിന്നാണോ പാചകം വിചാരിച്ചതേ ഉള്ളൂ. സീരിയസ് ഒന്നുമില്ല. നിങ്ങൾ വന്നതല്ലേ, നിങ്ങൾ രണ്ടുപേരും പാട്ടെന്താ കേട്ടോ? പാട്ട് കഴിഞ്ഞ മതി. എന്താണെന്ന് ഞാൻ പാടിക്കൊണ്ട് നിങ്ങൾ കൊളവാക്കി ഉണ്ടല്ലോ. परदेसिया है सच है पिया सब कहते हैं मैंने तुझको दिल दे दिया टनक 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 टनक. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ട്രെയിനിലെ യാത്ര ചെയ്തിട്ടില്ലേ? വൃത്തിയായിട്ടുള്ളമാരെ അന്റെ സ്ഥലത്ത് വന്നിട്ട് ട്രെയിനിൽ പാടിയ പോലെ ആൾക്കാർ വന്നിട്ട് പരദേശിയ അതുപോലെ തന്നെ തോന്നുന്നു.
എന്താ പറയാ പ്രേക്ഷകർക്ക് വേണ്ടി മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മലയാളം ഒരു 2 വരി ഒരു മലയാളം പറയേണ്ട താമസം പേപ്പർ എവിടെ അയ്യോ ഇതൊക്കെ ഇവിടെ സ്റ്റോക്ക് ആയിരുന്നു കാണുന്നില്ല. മലയാളം വേണം. ആ കിട്ടി റെഡി 1 2 3 സ്റ്റാർട്ട് കഴിഞ്ഞു പോയത്. അതിലൂടെ ഹിന്ദി ടച്ച്. മലയാളത്തിലുള്ള ഒരു സിനിമ സോങ് പാട്. പുതിയ പാടുന്നല്ലോ, പഴയത് മതി. നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇങ്ങനെയും കൂടെ ആക്കിയോ. കുശുമ്പി എന്ന് പറഞ്ഞപ്പോ പാടിക്കോ. എന്ത് പറഞ്ഞാലും നീ എന്റെ, നിങ്ങൾ പാടണ്ട, ഞാൻ പാടിക്കോളാം. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നെ ചിലക്കാതെ എന്റെ കോഴിക്കാലി കരിഞ്ഞു പോകും, ഒന്ന് പോയി തരുമോ. അത് കഴിച്ചോ? തോമസ് കുട്ടി വിട്ടോടാ. കോഴിക്കാലി കുശുമ്പിയോടെ വയറ്റത്തടുത്ത് പാടിയില്ലേ, കണ്ടോ? ഇങ്ങനെ പാടുമ്പോഴൊക്കെ എനിക്ക് ആ ട്രെയിനിലായ വീണ്ടും എന്റെ കഴിച്ചിട്ട് എന്റെ അടുക്കള നോക്കിക്കോ. ഓക്കെ ശരി. വിശേഷങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് എന്റർടൈൻമെന്റ് സോൺ വിശേഷങ്ങൾ. വെറുതെ വെള്ളം കുടിക്കണ്ട, എന്തായാലും ഒരു കോമ്പറ്റീഷൻ ആയിട്ട് തന്നെ കുടിക്കാം. സമയം തരാം. കുപ്പി റെഡി, ഫുൾ ബോട്ടിലാണല്ല. നിങ്ങൾ തുടങ്ങുക, ഓരോരുത്തരായിട്ട് വരിക. അപ്പോൾ സമയമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരാൾ എത്ര സമയം കൊണ്ടാണ് വെള്ളം കുടിച്ചത്. 1 ബോട്ടിൽ ഓഫ് വാട്ടർ. ഏറ്റവും കുറഞ്ഞ സമയത്ത് കുടിച്ചു തീർക്കുന്ന ആൾ വിൻ. തുടങ്ങിയാലോ? ആരാദ്യം? ഒരു ബോട്ടിൽ മതി. ഒരു ബോട്ടിൽ കുടിച്ചാൽ മതി. ഒരു ബോട്ടിൽ കുടിച്ചാൽ മതി. അതിന്റെ സമയം നോക്കിയിട്ട് സ്പീഡാണ് നോക്കുന്നത്. അതുപോലെ ചെറിയ പിള്ളേരെയും തുടങ്ങിക്കും. പിന്നെ ഞാൻ വലുതാ. ദൈവമേ, ഡിംപിള് കോമഡി ഒക്കെ പറഞ്ഞു തുടങ്ങി. ഡിംപിൾ തുടങ്ങാം. ദൈവമേ, വെള്ളം കുടിക്കാൻ ഏറ്റവും മടിയുള്ള ആളാണ് ഞാൻ. ഡിംപിളിന്റെ മമ്മിക്ക് അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണെന്ന് അറിയാം. അതെ, വല്ലാത്തൊരു ചിരിയുണ്ടായിരുന്നു. കൈയെടുക്കാൻ പാടില്ല. പോട്ടെ അവൾക്കറിയില്ല, ഓർത്തില്ല. വേഗം ചെറുതാ. അയ്യോ മതി. അത്ര കഴിച്ചപ്പോ എന്റെ തീർക്കണോ? ഈശോ, തീർക്കണോ? ഇത് സമയമാണ്. അപ്പൊ കയ്യൊക്കെ എടുക്കാം, കുഴപ്പമില്ല. തീർക്കുന്നില്ല. പാചകം ചെയ്യാൻ ഇത്ര പാടില്ലല്ലോ അല്ലേ? ഒരു മിനിറ്റ് വയറിലൊക്കെ കൈ വെച്ചിരിക്കുന്നു. പാവം. വെള്ളം കുടിച്ചേ. 1 മിനിറ്റ് 22 സെക്കൻഡ്സ്. അയ്യോ, അടുത്ത ആളാരാ? ചാരു.
27 seconds. കൊള്ളാം മോളെ. പുല്ല് പോലെ കുടിച്ചിട്ട് വന്നു എന്നൊക്കെ പറയും. മറ്റേ 37 38 seconds. ഇതെല്ലാം നമുക്കൊന്നും മനസ്സിലാക്കില്ല. ഇതൊന്നും വലിയ സീരിയലൊന്നുമില്ല. വീട്ടിലിത് വെള്ളം കൂടിയാ വരും. എന്തായാലും നല്ല നല്ല കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. പാവയ്ക്ക് കഴിപ്പിക്കുന്നു, വെള്ളം കുടിപ്പിക്കുന്നു, ആപ്പിള് കഴിപ്പിക്കുന്നു. കഴിപ്പിക്കുന്നു. സെക്കൻഡ്. ഞങ്ങളൊക്കെ കൊടുത്ത സാധനം ചേച്ചിയും കൂടെ ഒന്ന് കൊടുക്കും. എന്താ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമുള്ള സ്പെഷ്യലിസ്റ്റ് ആണ്. പക്ഷെ നിങ്ങളെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് അടിച്ചു ഒരു സെക്കൻഡ് 37 സെക്കൻഡിൽ തീർത്തിരിക്കുകയാണ്. 38 സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് വീണ. വീണ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ഒരു കാര്യം ചെയ്യാം ലക്ഷ്മിജി, ചാരുവിന്റെ ഒരു പാട്ട് കിടമ്പോ ഇതങ്ങ് ദഹിക്കും. അതെ അതെ ഒരു ഡബ്ബാനായിക്കോട്ടെ ഞങ്ങൾക്ക്. சேதி ஒன்று கேளு, உன்ன மாலையிட தேடி வரும்
അവരവിടെ പാചകം തകർക്കുക തോന്നുന്നു. അവിടെ ബിരിയാണിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബിരിയാണി ഉണ്ട്. വെള്ളം കുടിച്ച കാരണം ഇനി കഴിക്കാനും പറ്റൂല. ശരിക്കും പായസം നിനക്ക് ചെയ്യേണ്ട ആവശ്യമില്ലേ? ഞാൻ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. എനിക്ക് സംശയമുണ്ട്. രാവിലെ ഞാനിവിടെ വന്നിട്ട് ഞാൻ പായസം ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് അന്നാ പായസം പപ്പായ വെച്ച് ശരിയായില്ല. അന്നാ പിന്നെ ഇന്ന് പായസം ചിക്കന് വരെ ഓർഡർ കൊടുത്തു. പക്ഷെ ഇവിടെ പായസം ഉണ്ടാക്കുന്ന വിട്ടുകൊടുക്കുന്നത് പായസം പായസത്തിൽ കൈവശം തന്നില്ല. ചിക്കൻ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയില്ല. ചിക്കൻ വെച്ച് പായസം. അതെ, കാരണം നമ്മളിപ്പോ വീട്ടിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ ഇത്രയും കാലം അവിടെ പോയി എന്ത് പഠിച്ചു എന്ന് പറയുമ്പോ ഒരെണ്ണെങ്കിലും പറയാൻ പറ്റും. ഞാൻ പറയും പായസം എന്ത് വെച്ചാൽ ചായക്ക് ചോദിച്ചാൽ അപ്പൊ പായസം അപ്പൊ ചോറ് പായസം. നമുക്ക് അങ്ങ് മേളിൽ പോകണ്ടേ? മേളിൽ പോണം. അപ്പോൾ ഞാൻ പോകാം. പുറകെ ഇടയ്ക്ക് വന്ന് നിങ്ങൾ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. എന്താണെന്നൊക്കെ അറിയണ്ടേ? നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. യെസ്. എന്തായാലും എല്ലാരും ഇമിറ്റേറ്റ് ചെയ്ത് ഇപ്പൊ അവരത് കാണുമ്പോ എന്താവെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ എന്തായിരിക്കും അവരവിടെ ചെയ്തോണ്ടിരിക്കുക? ഇനി നമ്മൾ ചെയ്തത് വല്ല ഇമിറ്റേറ്റ് ചെയ്യായിരിക്കും. പായസം ഉണ്ടാക്കല്ലേ ദൈവമേ. പായസം ആരും ഇല്ലെന്ന് തോന്നുന്നു. ഉപ്പുമാവ് പായസം ഉണ്ടല്ലോ. പുഡിംഗ് സ്പെഷ്യലിസ്റ്റ് വേറെ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ പഞ്ഞിച്ചു അവരെന്താ ചെയ്യുന്നത്? ഞാൻ ഉണ്ടാക്കുന്നതിനെ ചോദിക്കാത്ത തന്നെ ഞാനും. എന്താ ഉണ്ടാക്കുന്നത്? ഞാന് കപ്പാലിവ പാലുവല്ല പോയിച്ചു കപ്പ. അതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരൂടെ പറയാം. ഹണി ഗ്ലേസിങ് ടപ്പിയോക്ക. തപ്പി അതെന്തായാലും കഴിച്ചിട്ട് തന്നെ വേറെ പേര് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇടാം. അതേപോലെ തപ്പി നോക്കുന്ന അത് വളരെ രസകരമായിട്ടുള്ള പേരുകൾ ലക്ഷ്മി ചോടും ചോദിക്കാം. ഹണി ഗ്ലേസിംഗ് തപ്പി. ഗ്ലേസിങ് എന്താണെന്നറിയാം? ചുമ്മാ ഗ്ലേസിങ് എന്നിട്ടത് അതിട്ട് അല്ല, അതല്ല സംഭവം. അതിനകത്തേക്ക് മറ്റേ ഇങ്ങനെ ഈ ഹണിയൊക്കെ ഞാൻ ആഡ് ചെയ്തു. ഹണി ഇങ്ങനെ ആഡ് ചെയ്തപ്പോഴത്തേക്കും ലൈറ്റ് അടിച്ചു മേളിന്നു. എന്താണെന്ന് തപ്പി നോക്കി. അത് തപ്പി നോക്കി കറക്റ്റ്. അപ്പൊ അത് എന്താ വെച്ചാൽ നോക്കിയപ്പോ ലൈറ്റിന്റെ ഗ്ലേസിങ്. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. ആ പേര് അകത്തൊന്നും ഇല്ലെങ്കിൽ പേര് കേൾക്കുമ്പോ അയ്യോ എന്തോ ഭയങ്കര സംഭവമാണത്. എന്നാലും നോക്കാം. അപ്പൊ അവരിനിയിപ്പോ ഇങ്ങനത്തെ എന്തേലും ഗ്ലേസിങ്ങോ. അങ്ങനെ നമ്മുടെ കപ്പ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ കപ്പ കൊണ്ട് വ്യത്യസ്തമായ മനോഹരമായ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. വിളിച്ചോടണം ടേസ്റ്റിംഗ് റൗണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡിംപിൾ. ഓക്കെ, ഡിംപിൾ റോസ് വരും. അതിമനോഹരം. താങ്ക് യു. ഇത് പുഡിംഗ് ആണോ ഐസ്ക്രീം ടൈപ്പ് ഒരു സൺഡേ പോലെ ചെയ്താണോ? അങ്ങനെ ഐസ്ക്രീം മാതിരിയൊക്കെ ഇങ്ങനെ? അതെ, അതൊക്കെ ആയിരുന്നു മനസ്സിൽ. കൊള്ളാം. എന്തായാലും വേഫേഴ്സ് ഒക്കെ വെച്ച്. അതെ, വേഫേഴ്സിൻ്റെ ഈ ഫുൾ ലെയർ കപ്പയാണ്. അതെ അതെ, ഫുൾ ലെയർ കപ്പയാണ്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം റോസ് മിൽക്കിൽ കണ്ടൻസ് മിൽക്കിൽ റോസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ബാക്കിയെല്ലാം കപ്പയാണ്. കപ്പയുടെ രണ്ട് ലെയർ അല്ലേ? 2 ലെയർ. ചോക്ലേറ്റ് പുഡിങ്ങും വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ് പ്ലസ് റോസ് മിൽക്ക് അല്ലേ? ഐസ്ക്രീമിൻ്റെ അംശമൊന്നുമില്ല പക്ഷേ. ഇല്ല അല്ലേ, ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടല്ലോ. വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ്. ഒരു പൊടിക്ക് കൂളിംഗ് കൂടെ ആയത് നന്നായിരുന്നു. കൂളിംഗ്. പുളിയോ? തണുപ്പ് കുറച്ച് നേരം ഫ്രിഡ്ജിലിരുന്ന് കുറച്ചൊന്നൊരു ചിൽഡ് എഫക്റ്റ് കിട്ടിയാൽ നന്നായിരുന്നു. ബാക്കി നന്നായിരുന്നു. പിന്നെ കപ്പ ആയതുകൊണ്ട് ഇച്ചിരി പേസ്റ്റി ആയിരിക്കുമല്ലോ. എന്തായാലും അതിൻ്റെ ഒരു സ്റ്റാർച്ച് അല്ലേ? 3 വട്ടം ഞാൻ വേവിച്ച്. കയ്പൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. അത് കറക്റ്റ്. പിന്നെ ഇടയ്ക്ക് നട്ട്സൊക്കെ കിട്ടുന്നുണ്ട്. താങ്ക് യു. അടുത്തത് കലാഭവൻ സരിക വരും. സരിക പറഞ്ഞതുപോലെ പായസത്തിലെ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി എന്ത് തന്നാലും ഇനി പായസം എന്തെടുത്താലും പായസമാണ്.
ശരിയാക്കിയിട്ടേ പോകുള്ളൂ. ഓ തീരുമാനമായി. ദിലീപേട്ടന് ഏറ്റവും ഇഷ്ടം പായസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തോ വേണം. പാലട പോലെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ കപ്പ പാലട. കപ്പപ്പാലട. അപ്പൊ ഈ അട പോലെ കിടക്കുന്ന എല്ലാം കപ്പയാണ്. യെസ്. ഇത് കഷ്ടപ്പെട്ടുണ്ടാവും അല്ലേ? വലിയ കഷ്ടപ്പാടില്ലായിരുന്നു. കഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ കുടിച്ച് കഷ്ടപ്പെടാതിരുന്നാൽ മതി. പാലട പ്രഥമൻ കഴിക്കുന്ന പോലെ തോന്നുന്നു. ഇത് നിർത്താനായോ പായസപ്പ? വളരെ നന്നായിട്ടുണ്ട്. മധുരം പെർഫെക്റ്റ്, എല്ലാം പെർഫെക്റ്റ്. കപ്പയുടെ കയ്പോ അങ്ങനെ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഒരു പാലട feel. പാലട ഫിലിം അപ്പം എനിക്ക് പായസം നിർത്തേണ്ട സമയമായല്ലോ. സമയമായി, പ്രൊഫഷണലായി കഴിഞ്ഞു. ഈ പായസത്തിന്റെ ഫുൾ ഇതായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഒരു ഐറ്റത്തിലേക്ക് കടക്കാം. ഇനി അടുത്തത് സജിത ഷമാസ്. വിളിക്കാം. സജിത വരും. ഇത് ഇപ്പോൾ ടോട്ടലി ഒരു തലശ്ശേരിക്കാരിയായി കഴിഞ്ഞു അല്ലേ? അപ്പൊ ഷമാസിന്റെ വീട്ടുകാർക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും ഞാൻ എല്ലാം ഉണ്ടാക്കി 4 റൗണ്ട് ഉണ്ടാക്കിയതും തലശ്ശേരി തലശ്ശേരി തന്നെ. അപ്പൊ അവിടുത്തെ സപ്പോർട്ട് നല്ല രീതിയിൽ. ഓ ഉമ്മാടെ ഉപ്പാടെയും സിസ്റ്റർ അതേപോലെ ഹസ്ബൻഡ് എല്ലാവരും ഓക്കെ. അവർ ഗൾഫിലുള്ള ബ്രദർ വൈഫൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. തലശ്ശേരിക്കാരെല്ലാം ഇനിയിപ്പോ എന്തോ എന്താ പറയാ, ഇനിയിപ്പോ സജിതയുടെ ഫാൻസായി മാറും. എല്ലാം അവരുടെ വിഭവങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കോഴിക്കാൽ അല്ലേ? അതെ കോഴിക്കാല് കോഴിക്കാൽ അലങ്കാരമൊക്കെ നന്നായിട്ടുണ്ട്. ആ കറിവേപ്പില ലാവിഷായിട്ട് വറുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ കറിവേപ്പില മുന്തി നിൽക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കഴിക്കുമ്പോഴും അങ്ങനെയാണ്. തലശ്ശേരിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട്. അതെല്ലേ? അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അസസ് ചെയ്യാൻ പറ്റും രുചിയുടെ കാര്യത്തിൽ. ആ തീർച്ചയായിട്ടും സന്തോഷം. നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. അവിടെ കഴിച്ച പോലെ തന്നെ. അല്ലാ താങ്ക് യു. താങ്ക് യു. ഇനി അടുത്തത് അഞ്ജന അപ്പുകുട്ടൻ. അഞ്ജന ആസ് യൂഷ്വൽ ചിരിച്ചുകൊണ്ട് വരികയാണ്. ഒരു എന്താ പറയാ, ഒരു പതുങ്ങി പതുങ്ങി ചിരിച്ച് അല്ലേ, ഒരു എന്തൊക്കെയോ ഒരു ചമ്മൽ പോലെ ഇങ്ങനെ വരും. അതാണൊരു സ്ഥിരം കാണുന്നൊരു. ഇത് കപ്പ ബിരിയാണി. അലങ്കരിക്കാനൊക്കെ ഇവിടെ നിങ്ങൾ എല്ലാവരും പഠിച്ചു പോയി കേട്ടോ, നല്ലതായിട്ട്. ഒരു ഷേപ്പില് ആ എന്നല്ലേ. ഇതിൽ കുറച്ച് എനിക്ക് തോന്നുന്നു റോ ആയിട്ട് പച്ചയ്ക്ക് സവാള അരിഞ്ഞ് ഇട്ടിട്ടുണ്ടല്ലേ ലാസ്റ്റ്. അതുകൊണ്ടായിരിക്കും സിംബോളിക്കായിട്ട് മേളിൽ അങ്ങനെ അതായത് ചൂടോടെയാണ് ആണ് കഴിക്കുന്നത്. ഇതിപ്പോൾ ചൂടില്ലേ? അത്യാവശ്യം അത്യാവശ്യം. നല്ല ടേസ്റ്റ്, നല്ല നാടൻ, ഒരു നാടൻ സ്വാദ്. വളരെ നാടനായിട്ടുള്ള വിഭവം അതുപോലെ വന്നിട്ടുണ്ട്. പാകത്തിന് എരിവ്, എവറിത്തിങ് സെയിം. ഇവൻ കപ്പയും പോലും വളരെ ടേസ്റ്റി ആയിരിക്കും. കപ്പയൊക്കെ നന്നായിട്ട് നല്ല സ്റ്റീം വേവി. മാത്രമല്ല ഉള്ളി ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദുണ്ട്. അതിന് വേണ്ടി തന്നെ ഇട്ടേ അല്ലേ? നന്നായിട്ട് വന്നിട്ടുണ്ട്, രക്ഷപ്പെട്ടു. ഇനി അടുത്തത് ശാലിനി. ശാലിനി വരും. നടന്ന് അല്ലേ, കാല് വയ്യാതിരുന്നിട്ടും ബെറ്റർ ആയോ? ബെറ്റർ. പെയിൻ ഉണ്ട് ചെറുതായിട്ട്, നിൽക്കുമ്പോണ്ടുള്ള ബാക്ക് പെയിൻ കുറച്ച് ബെറ്റർ ആയി അല്ലേ? ഇതിപ്പോൾ എന്താണ്, ഒരു മസാല ദോശ മാതിരി? ഞാൻ കപ്പ ബിരിയാണിയാണ് ആദ്യം ഇത് ചെയ്തത്. പറഞ്ഞത് എല്ലാവരോടും പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ ഒരു പ്ലാൻ തോന്നിയിട്ട് Plan ദോശയിലാക്കി മാറ്റി. മസാല ദോശ പോലെ ആക്കി. അതായത് ചെമ്മീൻ കപ്പ മസാല ദോശ അല്ലേ? അതല്ലേ എൻ്റെ പേര്? അതെ, അങ്ങനെയാണല്ലോ, അതാണല്ലോ എൻ്റെ തീം. ആ ഒരു ഇത്. ഡിഫറെൻ്റ് ആയിട്ട് ഒരു ദോശയിലേക്ക് പ്ലാൻ മാറിയത് നന്നായി. കുറേ പേര് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേറൊരു ലുക്കിലിരിക്കട്ടെ എന്ന് ലുക്കിലിരിക്കട്ടെ.
ബെറ്റർ ആണ് മുമ്പത്തേക്ക്. വെരി നൈസ്, വെരി നൈസ്. മുമ്പത്തേക്കാൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ല കോമ്പിനേഷനുമാണ്. ഇത് നല്ലൊരു ഐഡിയ ആണ്. സാധാരണ ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കിയ എല്ലാവരും മിക്കതും ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കാറില്ല. പിന്നെ വേറെ ഐറ്റം നോക്കാൻ വിചാരിച്ചു. പലർക്കും അനുകരിക്കാൻ പറ്റിയാണ്. റൈസും സ്റ്റാർച്ചാണ്, അരിമാവാണ്, മറ്റേ കപ്പയിലും സ്റ്റാർച്ച് ഉണ്ട്. പക്ഷേ ഈവൻ ദെൻ നമ്മൾ മസാല ദോശയിൽ എന്താ ഉരുളക്കിഴങ്ങിലും സ്റ്റാർച്ച് തന്നെയല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സാധനമാണ്. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു കടകളിലൊക്കെ ഇങ്ങനെ അല്ലേ ഈ രീതിയിലും ചെയ്ത് കൊടുക്കാം അല്ലേ. ഇത് കണ്ടിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും അങ്ങനെ ആവശ്യം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് വിളിക്കാം ചാരുതയെ. ചാരുത വരും. രണ്ട് ബൗൾ നിറച്ച് പായസം. ഞങ്ങൾക്ക് ഓരോ ബൗൾ കൊണ്ടുവന്നത് രണ്ടുപേരും ഫുൾ കഴിക്കണം എന്നാണ്. ഇഷ്ടമല്ലല്ലോ. പപ്പടം. പപ്പടമാണോ ഇതിന്റെ കോമ്പിനേഷൻ? പപ്പടം, പഴം, നമ്മൾ ഈ അടപ്രഥമനൊക്കെ ചിലപ്പോൾ കഴിക്കുന്നു. കപ്പപ്രഥമൻ. ഇത് കപ്പപ്രഥമൻ. പഴം കോമ്പിനേഷൻ. ശരിക്കും ഒരു പ്രഥമൻ മാതിരി തന്നെയുണ്ട്. ഈ കോമ്പിനേഷന് നല്ലത് പപ്പടവും പഴവും. ഇനി അടുത്തത് നിഷ ഷാരക്. നിഷ വരും. നിഷ വെരി കളർഫുൾ അല്ലേ? അത് ഞാൻ ഇന്ന് കളർഫുൾ ഡ്രസ്സ് ഇട്ടു. ആളും കളർഫുൾ, ഐറ്റവും കളർഫുൾ. മഞ്ഞയും ബ്രൗണും റെഡും ഗ്രീനും അല്ലേ, ആ ഭയങ്കര കോമ്പിനേഷൻ കളർ. ഈ അത്തപ്പൂവൊക്കെ ഇട്ടാൽ മതി അല്ലേ, തട്ട് തട്ടായിട്ട്. അതായത് പച്ചമുളക് വെച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതിന് എരിവ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ എരിവുണ്ട്. വേണമെങ്കിൽ പച്ചമുളക് കൂടെ വെച്ചോ. കപ്പയ്ക്കകത്തൊരു സ്പെഷ്യൽ ചെയ്തിട്ടുണ്ടെന്ന്. എന്താണ് അത് നമ്മൾ ബീഫിൻ്റെ നെയ്യ് ആ ഇട്ട് രണ്ടാമതൊന്ന് നെയ്യ് സെപ്പറേറ്റ് മാറ്റിയിട്ട് അത് വേവിച്ച് അതിൽ ഇട്ട് അത് ഡ്രൈ ആക്കിയെടുത്തു. കപ്പയും കൂടി ഇട്ട് ഡ്രൈ ആക്കി. അത്രയായിട്ടൊന്ന് കഴിച്ചോ. ആ ഒരു നെയ്യ് അതിൽ ബീഫിൻ്റെ നെയ്യ് പിടിച്ചിട്ട് ആ ഒരു ഫ്ലേവർ നന്നായിട്ടുള്ള. ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പ ഇട്ട് വേവിക്കില്ല, നെയ്യുള്ളത്. കപ്പ ബിരിയാണി കഴിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടല്ല. അതെ, ഇത്ര നന്നായിട്ട് ഉണ്ടാക്കി. കപ്പ ബിരിയാണി കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല അതിൻ്റെ. ഞങ്ങൾ കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. താങ്ക് യു. ഇനി വീണ നായർ. വീണ വരും. വീണ ഇതെന്താണ്? കോഴിക്കുഞ്ഞോ? എന്താണ്? കപ്പ കോഴിക്കുഞ്ഞ്. ഇതിന്റെ പേരോ? ഹണി ഗ്ലേസ്ഡ് ടാപ്പിയോക്ക. ഹണി ഗ്ലേസ്ഡ് ടാപ്പിയോക്ക. വീണ കുറേ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരു വിഭവമാണ്. വീണ നല്ലൊരു കുക്കാണ്. അതാണ് എക്സ്പേർട്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഞങ്ങൾ. വീണ അകത്ത് ബീഫ്, പുറമേ ഉള്ള സ്റ്റഫ്, പിന്നെ കവറിങ് ആണ് കപ്പ. അല്ല, ബീഫിനകത്തും കപ്പയുടെ ഇത് വന്നിട്ടുണ്ട്. അകത്തുകൊണ്ട്, ഇതിനകത്തുകൊണ്ട് ഈ ഔട്ടർ കവറിങ് കപ്പയാണ്. പിന്നെ ബ്രെഡ് ക്രംസിലെല്ലാം. പിന്നെ തേന്, അതെവിടെയാണ് വരുന്നത്? അത് മേളിലും
സൈഡിലും ഒക്കെ. അതിനിടയ്ക്ക് റെഡ് കളർ കാണുന്നതിൻ്റെ കാര്യം? അത് സോസാണ്. സോസും തേനും കൂടെ ചൂടാക്കിയിട്ടാണ്. പക്ഷേ എനിക്കൊന്ന് ഹണിയും സോസും എല്ലാം കൂടി ഒന്നിച്ചായി. ഹണി ഗ്ലേസ്ഡിന് ഹണി മാത്രമായിരുന്നെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇപ്പോൾ ടൊമാറ്റോ സോസ് അതിനെ അങ്ങ് കയറി പിടിച്ചു. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ളൊരു സോസാക്കി മാറ്റി. കൊള്ളാം, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. സോയ സോസിൻ്റെ ഫീലിംഗ് അല്ലേ? ഗുഡ് കോൺസെപ്റ്റ്. അനില ശ്രീകുമാറിനെ വിളിക്കാം. അനില, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് ക്രൗഡ് ചെയ്യാതെ ആവശ്യത്തിന് കാര്യം. ഇതെന്താണ്? കപ്പ ലോലിപോപ്പ്. കപ്പയും പിന്നെന്താ ഉള്ളത് ഇതിനകത്ത്? കപ്പയുണ്ട്, ബീഫാണ്. ഒരു ലോലിപോപ്പാണ്. ഇത് വന്നിട്ടേതാണോ? അത് തന്നെയാണ്. അത് വേറെ ഷേപ്പിൽ ഉണ്ടാക്കിയെന്നുള്ളൂ. ചൂടായിട്ട് തന്നെ കഴിക്കണം അല്ലേ? അതെ. അത് ക്രിസ്പിനെസ് ഒക്കെ പോയി. തണുപ്പം ബ്രെഡ് ക്രംസ് പോയി. ശരിക്കും കപ്പയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ ഒരു കപ്പ നല്ലോണം സ്മാഷ് ചെയ്ത് മീറ്റ് ബോൾസ് ക്രിസ്പിനെസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഉണ്ടോ? നല്ല ചൂടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈവൻ ക്രിസ്പാണ്. ഇനി അടുത്തത് അനിത വിളിക്കാം. കൈയെല്ലാം പൊള്ളി ആ പടവശം ചെയ്യുക. ഫിഷ് കട്ട്ലറ്റ് അല്ലേ? ഫിഷ് ടാപ്പിയൊക്ക. അതെ, കപ്പ മീൻ കട്ട്ലറ്റാണ്. ടേസ്റ്റ് ചെയ്യാം. നല്ല ഫ്ലേവറുണ്ട്. നല്ല മീനിൻ്റെയും കപ്പയുടെയും വെരി ടേസ്റ്റ്. ചൂടോടെ ആണെങ്കിൽ പറയാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കറക്റ്റാണ്. ബാക്കി മുളക് ചേർത്തിട്ടുണ്ടെങ്കിലും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? കറക്റ്റ് ബാലൻസ്. വെരി ഗുഡ്. ഫിഷിൻ്റെ ടേസ്റ്റ് മുന്നിൽ. അങ്ങനെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച മുഖവുമായി നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു പപ്പായ റൗണ്ടിൽ നമ്മൾ അത്ര ഹാപ്പി അല്ലായിരുന്നു അല്ലേ? ഞങ്ങളുടെ മുഖത്ത് ഇത്ര പ്രസാദമില്ലായിരുന്നു. മധുരം കഴിച്ച് മന്നിച്ചു. അതല്ല, മധുരം കഴിച്ചെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഞങ്ങൾ. ആ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് എക്സ്ട്രാ ഓർഡിനറി, പറയാതിരിക്കാൻ വയ്യ. കപ്പ കൊണ്ട് ഇത്രയും മനോഹരമായ വിഭവങ്ങളൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന പ്രേക്ഷകരെ നിങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുക. അതിനാദ്യം തന്നെ അല്ലേ എന്താ പറയുക, നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ കൈ കൊടുക്കുമല്ലോ, അതുപോലെ ഞങ്ങളെ മാതൃകയാക്കുക. കേരളത്തിന്റെ ഒരു പ്രധാന വിഭവമാണ്. അപ്പൊ ഞങ്ങൾ സജിതയുടെ പ്രേതം കയറിയോ? അല്ല, സജിത കുറെ നേരം എന്റെ അടുത്തായിരുന്നു. മുല്ലപ്പൂവും കൂടി ഏറ്റ് കിടക്കും. അതായത് ഒരു ദേശീയ ഭക്ഷണം എന്ന് പറയാം, ഒരു അല്ലേ ഒരു സംസ്ഥാന ഭക്ഷണമാക്കി മാറ്റാം. കപ്പ കൊണ്ട് സാധാരണ കപ്പയും മീനും കപ്പയും ഇറച്ചിയൊക്കെ കഴിക്കും. എല്ലാവർക്കും കപ്പ വളരെ ഇഷ്ടമുള്ള സാധനമാണ്.
മലയാളിക്ക് എപ്പോഴും ഇഷ്ടമാണ്. അതിനെ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനമായിട്ട് മാറ്റിയത്. അതിന് ആ കാര്യത്തിൽ ഹാറ്റ്സ് ഓഫ് ചെയ്യും. നല്ല അടിപൊളി വിഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ത് ചെയ്യും എല്ലാം അല്ലേ മാർക്കിങ് എല്ലാം ഒന്നിനൊന്നും വെച്ചു. അപ്പോൾ എന്താ ചെയ്യാം ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്. തേർഡ് വേണോ സെക്കൻഡ് വേണോ ഫസ്റ്റ് വേണോ? വേണോ അങ്ങനെ എല്ലാവർക്കും ഫസ്റ്റ്. അതൊരു പൊടിക്ക് കൂടിപ്പോയി. ഇതിനൊരു കോമ്പറ്റീഷൻ അല്ലാതായി പോകില്ലേ എവിടെയായാലും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ. എല്ലാം നല്ലതാണ്. അപ്പോൾ അതിലേറ്റവും നല്ലത് ഏത്, അത് കഴിഞ്ഞ് ഏത്, അങ്ങനെ അങ്ങനെ വരും. അതുകൊണ്ട് ഒരു കാര്യത്തിലൊരു തീരുമാനമായി. തേർഡ് പ്രൈസേ വേണ്ട വെച്ചു. നോ തേർഡ്. സ്ഥിരമായി തേർഡ് കിട്ടുന്നവർക്ക് ആശ്വസിക്കാം. അപ്പൊ അടുത്ത ചോദ്യം അതെങ്ങനെയാന്നുള്ളൊരു ചോദ്യം മനസ്സിലായി. ചേച്ചി പായസമായി രക്ഷപ്പെട്ടു. ഓ എനിക്ക് 2 സെക്കൻഡ് എന്നാ വേണ്ട എന്നെ ആരും അംഗീകരിക്കാത്ത നമുക്ക് വരച്ചു കൊടുക്കണ്ട. എന്നെ ആരും അംഗീകരിക്കാത്ത രക്ഷപ്പെട്ടോ? ആ അതാണ് ശാലിനി ബാബു രക്ഷപ്പെട്ടു. എപ്പോഴും തേർഡ് വാങ്ങിച്ചു. ഇവിടെ ഈ സരിയുടെ പായസം നന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റിന്റെ കാര്യത്തിൽ കുറച്ച് ഏറെ ഒരുപാട് ഫസ്റ്റായി. നിങ്ങളൊക്കെ സെലിബ്രിറ്റീസ് ആയി പോയില്ലേ. വേണമെങ്കിൽ ഇതിൽ നിന്നും ഈ 6 ഫസ്റ്റിൽ നിന്നും ഒരു ഫസ്റ്റിനെ നമ്മൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ അത് നമ്മൾക്ക് ഒരു വിഷമം. എല്ലാവരും സെലിബ്രിറ്റീസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 6 പേർക്ക് ഇരിക്കട്ടെ. ഫസ്റ്റ് ബെസ്റ്റ് 6 എണ്ണം ആണ് നമ്മൾ ഫസ്റ്റ് ഒരു ഗ്രേഡിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് പറയട്ടെ. ആദ്യം കലാഭവൻ സരിക. സരിയ മാത്രമല്ല പുറകിലുള്ള ആൾക്കാരെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എന്നെ കിട്ടുമെന്നുള്ളത്. ഭയങ്കര സന്തോഷം. ബോധകത്തെ വീഴാമോ പിടിച്ചു. അല്ല എനിക്കൊരൊറ്റ സംശയമുണ്ട്. ഞാൻ ഈ പായസ പരിപാടി ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടാണോ അല്ല യു ഡിസേർവ്. വളരെയധികം പറയാതിരിക്കാൻ വയ്യ. പായസം ഉണ്ടാക്കാൻ പഠിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ്. സരിക ഞാൻ 30-ൽ 26 മാർക്കാണ് വന്നിരിക്കുന്നത്. സരിക ഞാൻ 20-ൽ 16 മാത്രം. ടോട്ടൽ 42. ഇനി അടുത്തൊരു ഫസ്റ്റ് ശാലിനി. പ്രതീക്ഷിച്ചില്ല, പക്ഷെ വളരെ നല്ല എക്സലന്റ്. ഞാനും കഴിച്ചു. ദോശ കഴിച്ചു. ഞാനും കഴിച്ചു. പിന്നെ ശാലിനി എഗെയിൻ ഞാനൊരു 27 തന്നിരിക്കുകയാണ് ഔട്ട് ഓഫ് 30. ഞാൻ 15 out of 20. അങ്ങനെ വീണ്ടും 42. ഭയങ്കര രക്ഷയും. ഇനി അടുത്തത് ഇനി വീണ്ടും ഒരു ഫസ്റ്റ് വരുന്നു. അഞ്ജന അപ്പുക്കുട്ടി. അഞ്ജന ഇങ്ങനെ സ്കോർ ചെയ്ത് കയറുകയാണ് കേട്ടോ. എനിക്ക് വയ്യ. ഞാൻ 26 മാർക്കാണ് കൊടുക്കുന്നത്. ഞാൻ 16 മാർക്ക് ഔട്ട് ഓഫ് 20. അങ്ങനെ ടോട്ടൽ 42. 42 മാർക്ക്. ഇനി 3-ലായിട്ടുള്ളൂ. ഇനിയുണ്ട്, വിഷമിക്കണ്ട. ഇനിയും ഫസ്റ്റ് ബാക്കി വരുന്നുണ്ട്. അടുത്തത് അനില ശ്രീകുമാർ. ഞാൻ 26 മാർക്കാണ് കൊടുക്കുന്നത്. ഞാൻ 16 മാർക്ക് ഔട്ട് ഓഫ് 20. അങ്ങനെ 42 മാർക്ക്. ഇനി സജിത ഷമാർ. എപ്പോഴും ഫസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം സെക്കൻഡ് അല്ലേ, തേർഡ് സാധ്യത. ഇതിങ്ങനെ കൊണ്ടുപോവുക. എന്തായാലും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ്. അതിന് പുതുമയുണ്ടോ അങ്ങനെ പുതുമ പറയാനുള്ള ഐറ്റംസ് ഒരുപാട് പേർക്കൊന്നും പറയാനില്ല. കുറേ പേർക്കൊക്കെ ഉണ്ട്. സ്ഥിരം കാണുന്ന കുറേ വിഭവങ്ങളുണ്ടല്ലോ. ബിരിയാണി ആണെങ്കിലൊക്കെ ഇത് ഒരു ട്രഡീഷണൽ വിഭവമാണ് അല്ലേ, ഒരു സ്ഥലത്തിൻ്റെ. അത് ഒരു പെർഫെക്റ്റ് ലെവലിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഞാൻ 25 out of 30. ഞാൻ 17 out of 20. അങ്ങനെ ടോട്ടൽ 42. ഇനി one more first, that is അനിത. പക്ഷെ സഹായിക്കാൻ ഒരാൾ കൂടി അടുത്ത് വന്നു അല്ലേ, അതിന്റെ ഒരു ചെറിയ ഭാഗ്യം കൂടി കൊണ്ട് വന്നിട്ടുണ്ട്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അറിയാം, നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആണ്. 25 മാർക്ക് ഔട്ട് ഓഫ് 30. 17 out of 20. And total is 42 marks. ബാക്കിയുള്ളവരെല്ലാം രണ്ടാം സ്ഥാനം. ബാക്കിയുള്ള ആൾക്കാരാണ് ഡിംപിൾ റോസ് സെക്കൻഡ്. ഡിംപിളിന് ഞാൻ 20 out of 30. ഞാൻ 14 out of 20. ആൻഡ് ടോട്ടൽ ഇസ് 34. ഡിംപിളിൻ്റെ പുഡിങ് നല്ലതായിരുന്നു.
ഡിഫറെൻ്റ് ആയിരുന്നു, വെറൈറ്റി ആണ്, ഒക്കെ സമ്മതിച്ചു, അതിനൊന്നും മാറ്റില്ല. പക്ഷേ ടെക്സ്ചർ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. എനിക്ക് ഡോണറ്റിനോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിരുന്നെങ്കിലേ അതൊരു ടിപ്പായിട്ട് പറയാണ്. നെക്സ്റ്റ് ടൈം അത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അപ്പോൾ ആ ബോഡി കുറച്ചുകൂടി ബെറ്ററാണ് ആ ഒരു സാധനം. ഓക്കെ 34 എന്നാലും നല്ലതായിരുന്നു. കാര്യം അതൊരു എക്സ്പെരിമെൻ്റ് ആണല്ലോ, നമ്മളൊരു എന്താ പറയുക ഒരു പുതുമ കൊണ്ടുവന്നു. അത് പലർക്കും ഇല്ലാത്തൊരു സാധനമാണ്, പക്ഷേ ഡിമ്പിളുടെ കാര്യത്തിൽ അത് ഉണ്ടായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ സെക്കൻഡ് വന്നിരിക്കുന്ന ചാരുതയുടെ പായസം നല്ലതായിരുന്നു, നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു കൊള്ളാം. സെക്കൻഡിലേക്ക് വരാം. അടുത്ത പ്രാവശ്യം ഫസ്റ്റ് ചാരു 13 out of 20. ഞാൻ 21 ഓക്കെ ഔട്ട് ഓഫ് 30 ആൻഡ് ടോട്ടൽ 34. പിന്നെ വരുന്നത് വീണ. വീണ ദൂരെ ഫസ്റ്റ് ആയിരുന്നു അല്ലേ? ഇപ്രാവശ്യം മാത്രം സെക്കൻഡ്, കണ്ണ് കിട്ടണ്ട, ഒരു പ്രാവശ്യം സെക്കൻഡ് ചേഞ്ച് ആയിക്കോട്ടെ. അടുത്ത പ്രാവശ്യം ഫസ്റ്റ് കൊണ്ട് പോകും. എല്ലാവരും കൂടെ വിളിച്ച് സെക്കൻഡ് ആയി. ആ പോട്ടെ, 19 മാർക്ക് ഔട്ട് ഓഫ് 30. വീണയ്ക്ക് 15 out of 20. അങ്ങനെ ടോട്ടൽ 34. ഇനി ആരാ ഉള്ളത്? സംഗീത എവിടെ? സംഗീതയുടെ ഉപ്മാവ് നല്ലതായിരുന്നു, പുതുമയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് സെക്കൻഡ് പോകാം അല്ലേ? ഫസ്റ്റ് വേണം, അടുത്തല്ലേ നമുക്ക് നോക്കാം. ഓക്കെ ഔട്ട് ഓഫ് സെക്കൻഡ് ആണ് അല്ലേ? നമുക്ക് നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ ശ്രമിക്കാം. ഞാൻ 19 മാർക്ക് ഔട്ട് ഓഫ് 30 ഞാൻ 15 out of 20. ആൻഡ് ടോട്ടൽ 34. ഓക്കെ നിഷ ഷാരൻ സെക്കൻഡ്. യെസ്, നിഷയ്ക്ക് ഞാൻ 20 മാർക്കാണ് തന്നിരിക്കുന്നത് ഔട്ട് ഓഫ് 30. ദിശയ്ക്ക് ഞാൻ തന്നിരിക്കുന്നത് 14 out of 20. ടോട്ടൽ 34. നിഷയുടെ ബിരിയാണി നല്ലതായിരുന്നു, നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കൊരു ബെറ്റർ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ രീതി അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2ാം സമ്മാനക്കാരെല്ലാം അടുത്ത പ്രാവശ്യം 1ാം സമ്മാനമാകട്ടെ, അതിനുവേണ്ടി ശ്രമിക്കുക. എല്ലാവരെയും പിന്തള്ളിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക. ഇത് തന്നെ ഒരു ചലഞ്ചായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. All the best. അങ്ങനെ കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ മനോഹരമായ മറ്റൊരു റൗണ്ട് കൂടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പലതരം വ്യത്യസ്തമായ റൗണ്ട്സിലൂടെയാണ് മത്സരാർത്ഥികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കപ്പ റൗണ്ട് ഒരു വ്യത്യസ്തമല്ലായിരുന്നു. കപ്പ കൊണ്ട് ഇത്രയും രസകരമായ വിഭവങ്ങൾ തയ്യാറാക്കാമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അവർ വളരെ വളരെ വ്യത്യസ്തമായ പല വിഭവങ്ങൾ തയ്യാറാക്കും, ഒരുപാട് പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. മാർക്കിടുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ജഡ്ജസായ ഞാനും കൃഷ്ണയും ഒരുപാട് ബുദ്ധിമുട്ടി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ റൗണ്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും നല്ല വിഭവങ്ങളുമായിട്ട് ഇനിയും റൗണ്ട്സിലൂടെ നമ്മളുടെ മത്സരാർത്ഥികൾ തിരിച്ചെത്തും. അതുവരെ കാത്തിരിക്കുക. ഗുഡ് നൈറ്റ്.